ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സുഖമൊക്കെ ആണല്ലോ എല്ലാവർക്കും അല്ലേ? സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിപ്പുണ്ടല്ലോ. മഴയൊക്കെ ആണല്ലോ അല്ലേ? അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഫസ്റ്റ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ വിരിഞ്ഞതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. മൊട്ട് തൊട്ടുള്ള ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്താണ് ഇട്ടാക്കുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള മൊട്ടാണ് വരുന്നത്. ഒരു പച്ച കളറിലുള്ള മൊട്ടും ഒരു റെഡ് കളറിലുള്ള മൊട്ടുമാണ് വരുന്നത്. ആ റെഡ് കളറിലുള്ള മൊട്ട് പൊഴിഞ്ഞു പോവുകയാണ് സാധാരണ. ഈ മൊട്ടാണ് നമുക്ക് നല്ലതായിട്ട് പിടിച്ച് കിട്ടുന്നത്, ഗ്രീൻ കളറിലുള്ള. അതെന്നിട്ട് എനിക്ക് എൻ്റെ പ്ലാന്റിൽ ഈ പ്രാവശ്യം ആദ്യത്തെ ബ്ലൂമിംഗ് എന്ന് പറഞ്ഞാൽ 3 ഫ്ലവർ ഉണ്ടായിരുന്നു. ഫ്ലവറല്ല, മൊട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മൊട്ട് ഇന്നലെ വിരിഞ്ഞു. അതിൽ ഓരോ സ്റ്റേജിലുള്ളതാണ് ഞാനിപ്പോൾ എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മൊത്തം ഒരു ചെറിയ മൊട്ടിൽ നിന്ന് പൂവാകാൻ വേണ്ടി ഒരു 18 ദിവസം എടുത്തു. അപ്പം നല്ല കണ്ടല്ലോ, ഇത് വിരിയാറായതാണ്. വിരിയാറായ ആ ദിവസം, വിരിയുന്ന ആ ദിവസം വൈകുന്നേരം രാത്രിയിലാണ് നോർമലായിട്ട് വിരിയുന്നത്. അപ്പോൾ ആ ദിവസം തന്നെ നമുക്ക് കവറിട്ട് മൂടി കൊടുക്കണം. കാരണം മഴ വന്ന് പൂമ്പൊടിയൊക്കെ രാത്രിയിൽ വിരിയുന്നതുകൊണ്ട് പൂമ്പൊടിയൊക്കെ മഴ വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സ് അത്ര നല്ലതായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് വലിയ ഫ്രൂട്ട്സ് വേണമെങ്കിൽ കവറിട്ട് വെച്ച് നല്ലതുപോലെ അതിനെ നോക്കണം, കെയർ കൊടുക്കണം. അപ്പം ഞാനിവിടെ കവറിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രാത്രിയിലെടുത്ത വീഡിയോ ആണ്. ഇത് രാത്രി ഒരു 9:30 ആയപ്പോൾ ഞാൻ എടുത്താണ്. അപ്പോഴത്തേക്കും പൂ നല്ല വിരിഞ്ഞ് കിട്ടിയിരുന്നു. രാത്രിയിൽ തന്നെ ഞാനതിനെ ഹാൻഡ് പോളിനേഷൻ കൊടുത്തു. കാരണം ഇത് ഫസ്റ്റ് ഫ്രൂട്ടാണ്. അപ്പോൾ അതിൻ്റെ അത് ഹണിബി ഒന്നും വരുവാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ കുറച്ച് പോളിനെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് തന്നെ സ്റ്റെമ്മിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നെക്സ്റ്റ് ഡേയിൽ മോർണിംഗ് ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ പൂ നമുക്കിങ്ങനെ കൂമ്പി വരും. അതുപോലെ രാത്രി മാത്രമേ അതിങ്ങനെ വിടർന്ന് നിൽക്കത്തുള്ളൂ. രാവിലെ ആകുമ്പോഴത്തേക്കും അത് കൂമ്പി ഇതായിട്ട് പോകും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. കുറച്ച് ഒരു ആദ്യത്തെ 3-4 ഫ്ലവറിന് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പൂമ്പാറ്റകളൊക്കെ വരാൻ തുടങ്ങും. അത് ഹണിബിയൊക്കെ വന്ന് അത് ശരിയായിക്കോളും. രാവിലെ എടുത്ത വീഡിയോ ആണ്, കൂമ്പി തുടങ്ങി ഫ്ലവർ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.